എല്ലാം ഒരുമിച്ച് ചേർത്ത് ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട ബോഡി പുറത്തിറക്കിയതാണ് ഈ പുസ്തകം. അതിൽ സംശയിക്കേണ്ട കാര്യമില്ല ഒന്നും. ഇനി ഇതിലെ അബദ്ധങ്ങളില്ലേ എന്നാണ്. ഒരു സൂക്ഷ്മതക്കുറവ് ഈ പുസ്തകത്തിൽ വന്നത് എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹിമഹുല്ലയുടെ ഒരു തഫ്സീറിന്റെ അർത്ഥം കൊടുക്കുന്നിടത്ത് പിശാചിന്റെ മിത്രങ്ങൾ എന്ന് പറയേണ്ടിടത്ത് പിശാചുക്കൾ എന്ന് എഴുതി പോയിട്ടുണ്ട്. തിരുത്തേണ്ട ഒരബദ്ധം എന്ന് പറയുന്നത് ഈ പിശാചുക്കൾ എന്നത് പിശാചിന്റെ മിത്രങ്ങൾ എന്നാക്കണം എന്നതല്ലാതെ വേറെ ഒരു തെറ്റും ഈ പുസ്തകത്തിൽ ഇല്ല. തിരുത്തേണ്ട ഒരബദ്ധം എന്ന് പറയുന്നത് ഈ പിശാചുക്കൾ എന്നത് പിശാചിന്റെ മിത്രങ്ങൾ എന്നാക്കണം എന്നതല്ലാതെ വേറെ ഒരു തെറ്റും ഈ പുസ്തകത്തിൽ ഇല്ല. പിശാചിന്റെ മിത്രങ്ങൾ എന്ന് എഴുതേണ്ടിടത്ത് പിശാചുക്കൾ എന്ന് എഴുതി പോയിട്ടുണ്ട്. വേണമെങ്കിൽ അതും ന്യായീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ജമിയത്തുൽ ഉലമക്ക് അത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നുള്ളത് ഇസ്ലാം ദീനിൽ തെളിവല്ല. നദവത്തുൽ മുജാഹിദീൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക, അതിനെതിരെ ഖുർആനും സുന്നത്തും തെളിവ് തരുന്നുവെങ്കിൽ ആ ജനറൽ സെക്രട്ടറിയുടെ വാക്ക് തള്ളിക്കളയണം എന്നും ഖുർആൻ്റെ സുന്നത്തിൻ്റെ തെളിവ് സ്വീകരിക്കണം എന്നുമുള്ളതാണ് സലഫുകളുടെ നിലപാട്, നദവത്തിൻ്റെ നിലപാട്. അതാണ് ഈ പ്രസ്ഥാനത്തെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതും എന്ന് മനസ്സിലാക്കുക. വേണമെങ്കിൽ അതും ന്യായീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ജമിയത്തുൽ ഉലമക്ക് അത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെ ചെയ്യുന്ന അട്ടിമറികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ നേരെ ഒരു കാലഘട്ടത്തിലും ഒരാൾക്കും ധൈര്യം വരാത്ത സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതറിയാതെ പോകരുത്, കാണാതെ പോകരുത്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അതിനെ നാം കാക്കുന്നതാണ്, അതിനെ നാം തന്നെ സംരക്ഷിക്കുന്നതാണ്. ഖിയാമത്ത് നാൾ വരെ അതിന്റെ വള്ളിപുള്ളി വ്യത്യാസം വരുത്താൻ ഒരാൾക്കും കഴിയാതെ സംരക്ഷിക്കും. ഏതെങ്കിലും കേമന്മാര്, കൊമ്പന്മാര്, വമ്പന്മാര് അതിലെന്തെങ്കിലും തെറ്റുകൾ വരുത്താൻ തയ്യാറായാൽ ഉടനടി കണ്ടുപിടിക്കാൻ ഈ ലോകത്തെ റബ്ബുൽ ആലമീൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതും ന്യായീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ജമിയത്തുൽ ഉലമക്ക് അത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള ആളുകളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ സ്നേഹം പിൻവലിക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നിങ്ങൾക്ക് റബ്ബിന്റെ കിതാബിനോട് സ്നേഹമുണ്ടോ? അല്ലാഹുവിന്റെ വചനത്തിനോട് സ്നേഹമുണ്ടോ? എങ്കിൽ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തമെന്നുദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ ഈമാനുള്ള ഉമ്മമാരുള്ളേ, പെങ്ങന്മാരില്ലേ, സുഹൃത്തുക്കളില്ലേ, നിങ്ങൾ ഇറങ്ങണം. നാളെ മുതൽ ഇത്തരത്തിലുള്ള ആദർശവൈരികളെ പിടിച്ചു കെട്ടാൻ നമ്മുടെ കയ്യിലുള്ളത് വിശുദ്ധ ഖുർആനാണ്. നേരത്തെ ജിഹാദിനെ കുറിച്ചുള്ള വിഷയം പറഞ്ഞപ്പോ എന്റെ സുഹൃത്തോദിയില്ലേ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, വിശുദ്ധ ഖുർആൻ കൊണ്ട് ഇവരോട് ഏറ്റവും വലിയ യുദ്ധം നടത്തിക്കോ നബിയേ എന്ന് പറയുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളന്മാരെ തൊണ്ടി സഹിതം പിടികൂടാനാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നടക്കുന്നത്. നിങ്ങളത് പഠിച്ചു വെക്കണം. അള്ളാഹുവിന്റെ ആയത്തിന് നേരെ എന്തൊരു കടന്നു കയ്യേറ്റമാണ്, എന്തൊരു കരളുറപ്പാണ്, എന്തൊരു ധൈര്യമാണത്. വേണമെങ്കിൽ അതും ന്യായീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ജമിയത്തുൽ ഉലമക്ക് അത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജമിയത്തുൽ ഉലമയുടെ ബുക്കിൽ പ്രമാണപരമായി തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നതാണല്ലോ പ്രധാനമായ ചോദ്യങ്ങളിൽ ഒന്ന്. അതില്ല എന്നാണ് ഹനീഫ് കായക്കുടിയെ പോലെയുള്ള ആളുകൾ വ്യാഖ്യാനിക്കുന്നതും വിശദീകരിക്കുന്നതും. അഥവാ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അത് ഞങ്ങളുടെ തെറ്റല്ലേ, അത് ജമിയത്തുൽ ഉലമയുടെ തെറ്റാകുമോ എന്നാണ് ഹനസ് മുസ്ലിയാർ ജാമിയ നദ്വിയയിലെ പ്രോഗ്രാമിൽ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നിസാരമായ ഒരു പ്രശ്നമല്ല ഇവിടെ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുക എന്നത്. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥം പറഞ്ഞിട്ട് ഖുർആനിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നു എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത് ഇതാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര അപകടകരമാണ്. ഈ വിഷയമാണ് ഹുസൈൻ സലഫി ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന്റെ ഗൗരവവും അദ്ദേഹം അത് ഉണർത്തിയതിന്റെ ആ താളക്രമവും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കേരളത്തിലെ സത്യസന്ധരായ പ്രബോധകരെല്ലാം ഈ ദുർവ്യാഖ്യാന പ്രവണതയെ ശക്തമായി എതിർത്തു പോന്നിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. MT വിഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ മഹാപണ്ഡിതന്മാരല്ലെങ്കിലും മഹാപണ്ഡിത ധർമ്മമാണ് യഥാർത്ഥത്തിൽ MT വിഷൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്.
അത് രംഗത്ത് വന്നപ്പോൾ പല ആളുകൾക്കും ശക്തമായി തലവേദന ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം പിന്നീട് നടന്ന എല്ലാ വിശദീകരണ യോഗങ്ങളിലും MT വിഷനെതിരെ കൊടുങ്കാറ്റ് കണക്കെ ആഞ്ഞടിക്കുകയുണ്ടായി. വളരെ പ്രധാനമായ ഒരു കാര്യവും ഇവിടെ നാം ഓർക്കേണ്ടതുണ്ട്. മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് MT വിഷനെ പറ്റി പറയുമ്പോൾ ആരാണ് അതിലെ കഥാപാത്രങ്ങൾ? MT വിഷൻ അവതരിപ്പിക്കുന്ന വ്യക്തികൾ ആരാണ്? ഈ വിശദീകരണം നൽകിയ ആളുകൾ തന്നെ, മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ച ആളുകൾ തന്നെ. നിങ്ങളാണ് ജനങ്ങളെ മാക്സിമം തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ മുമ്പ് പറഞ്ഞ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ആശയം നിങ്ങൾ പറയുന്നു. അഥവാ കഴിഞ്ഞ കുറെ നാളുകളായി മടപൂരികൾ ഇവിടെ വിശദീകരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെ നിങ്ങൾ ശരിവെക്കുന്നു. 10 വർഷക്കാലമായി മടപൂരികളുടെ ദൗത്യമെന്തോ അതായിരുന്നു ശരിയെന്നും കേരള ജമിയത്തുൽ ഉലമയേക്കാൾ പാണ്ഡിത്യം അവരുടെ ജമിയത്തുൽ ഉലമക്കായിരുന്നു എന്നും നിങ്ങൾ സമ്മതിക്കുകയാണ്. അത് മാത്രമാണോ? ഈ ജമിയത്തുൽ ഉലമക്ക് സംഭവിച്ച ജമിയത്തുൽ ഉലമയുടെ ബുക്കിലെ 33-ാമത്തെ പേജിൽ ഇമാം ഇബ്നു കസീറിന്റെ ഇബാറത്ത് കൊടുത്തെടുത്ത് ബ്രാക്കറ്റിൽ പിശാചുക്കൾ എന്ന് കൊടുക്കുകയാണ്. അഥവാ അവിടെ ഉദ്ദേശിച്ചത് മക്കാമുശ്രിക്കുകളെ കുറിച്ചാണ്. അത് മാറ്റി പിശാചുക്കൾ എന്നാക്കി മാറ്റി. ഇത് ബോധപൂർവമായിരുന്നു എന്നതാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചതും കൃത്യമായ തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ അണിനിരത്തിയത്. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. അവൻ തന്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. അവൻ തന്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ എന്ന ഖുർആനിലെ 2-ാം അധ്യായം 111-ാമത്തെ വചനം നിങ്ങൾ ഓർക്കണം. അതിന്റെ അർത്ഥം, നിങ്ങൾ വാദിക്കുന്നവർ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ തെളിവാണ് ഇവിടെ ഹാജരാക്കിയത്. ബഹുമാന്യനായ പണ്ഡിതൻ ഹനീഫ് കായ്ക്കുടി പറയുന്നത് വേണമെങ്കിൽ അതും ന്യായീകരിക്കാം എന്നാണ്. വേണമെങ്കിൽ അതും ന്യായീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ജമിയത്തുൽ ഉലമക്ക് അത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ന്യായീകരിക്കാം എന്നാണ്. ഇതാണോ പണ്ഡിത ധർമ്മം? തെറ്റുപറ്റിയതിനെ ന്യായീകരിക്കലാണോ വിശ്വാസികളുടെ ബാധ്യത? വിശുദ്ധ ഖുർആൻ ആ കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്നത് ഇങ്ങനെയാണ്: വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. വല്ല തെറ്റുകളും സംഭവിച്ചു പോയാൽ, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയാൽ അത് പടച്ചതമ്പുരാനോട് ഏറ്റുപറയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇത് എല്ലാവർക്കും ബാധകമാണ്. ഈ ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്നത്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് അസത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരല്ല യഥാർത്ഥ വിശ്വാസികൾ, അത് തിരുത്തുന്നവരാണ്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിനെ ശത്രുക്കൾ ദുർവ്യാഖ്യാനിക്കുന്ന പോലെ വ്യാഖ്യാനിക്കുകയും അള്ളാഹു ഉദ്ദേശിക്കാത്ത അർത്ഥകൽപ്പനകൾ കൽപ്പിക്കുകയും പരിഭാവനത്വം തുളുമ്പി നിൽക്കുന്ന ജമിയത്തുൽ ഉലമയുടെ ഗ്രന്ഥം എന്ന പേരിൽ ഈ മൂവർ സംഘത്തിന്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ പുസ്തകം അവതരിപ്പിച്ചിട്ട് വേണമെങ്കിൽ അതിനെ ന്യായീകരിക്കാം എന്ന് പറയുന്നത് എന്ത് പണ്ഡിത ധർമ്മമാണ്? ബഹുമാന്യനായ എന്റെ സഹോദരൻ ഇതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം. ദുനിയാവിലെ സപ്പോർട്ടുകൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ കോടതിയെ നാം ഭയപ്പെടണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഹിൻ മിൻഹും യൗമഇദിൻ ശൈഇൻ യുഗ്നി. മാതാപിതാക്കളുടെ സഹായമില്ലാതെ, മക്കളുടെ സഹായമില്ലാതെ, നാട്ടുകാരുടെ പിന്തുണയില്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ യൗമ ലാ യംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഒരാളുടെ സഹായവും മറ്റൊരാൾക്ക് ലഭിക്കാത്ത ഒരു ലോകം വരാനുണ്ട്. 82-ാം അധ്യായം 19-ാമത്തെ വചനം, 80-ാം അധ്യായം
34 മുതൽ 37 വരെയുള്ള വചനം. അതുകൊണ്ട് എന്റെ ബഹുമാന്യ സഹോദരൻ വേണമെങ്കിൽ അതിനെ ന്യായീകരിക്കാം എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പരസ്യമായി പറയണം. ദുനിയാവിൽ ജനങ്ങളുടെ മുമ്പിൽ തോൽക്കുന്നത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. സൃഷ്ടിച്ച നാഥന്റെ മുമ്പിൽ തോറ്റുപോകരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മുജാഹിദുകളെ, സത്യത്തിന് വേണ്ടി നാടും വീടും വിട്ടവരാണ് നമ്മളിൽ പലരും. കുടുംബത്തെ ഉപേക്ഷിച്ചവരാണ് നമ്മളിൽ പലരും. ബാപ്പാനെ ഉപേക്ഷിച്ച് വീട് വിട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് അന്ധമായ അനുകരണം ഒരിക്കലും പാടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ പണ്ഡിതന്മാർ ശൂറ കൂടി തീരുമാനിക്കുന്ന പല അബദ്ധ ധാരണകളും അവർ മതമായി ആചരിക്കാറുണ്ട്. നമ്മളത് യഥാർത്ഥത്തിൽ നമ്മളതല്ല, നമ്മൾ ആ വഴി സ്വീകരിച്ചിട്ടില്ല. സച്ചരിതരായ സലഫുകളുടെ വഴിയാണ് നാം ഇവിടെ അവലംബിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടിമാട്ടലുകളിൽ നിന്നും ദുർവ്യാഖ്യാനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, കള്ളപ്രചരണം നടത്തുന്ന മുനാഫിക്കിനെ പേടിക്കണ്ടാന്ന് അള്ള പറഞ്ഞീനെ, മുശരിക്കിനെ പേടിക്കണ്ടാന്ന് അള്ള പറഞ്ഞീനെ, ശൈത്താനെ പേടിക്കണ്ടാന്നാക്കി. എന്നിട്ട് ഇത് മുണിങ്ങി നടക്കുന്ന കുറെ ആളുകളും പല പേര് ഞാൻ പറയണില്ല. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിനെ അടക്കം എന്തെല്ലാമോ ആയി ചിത്രീകരിക്കുകയും അള്ളാഹ്ക്കുള്ള കഴിവ് പോലെ തന്നെ ശൈത്താനും കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുകയും ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാതെ വളർത്തിയെടുത്ത ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഇവരാണ് ഖൈർ ഉമ്മത്ത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ ഇതിലേക്ക് ഒന്നും കടക്കുന്നില്ല, വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഇങ്ങനെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ കേൾക്കുന്നു, നാം തിരിച്ചുപോക്ക് ആരംഭിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ പിശാചിനെയും നാം തത്തുല്യമായി ഭയപ്പെടുന്നു എന്ന് സലാം സുല്ലമി നമുക്കെതിരെ പ്രചരിപ്പിച്ചു. തൊണ്ടി സഹിതം അത് കടവത്തൂരിൽ പിടികൂടുകയുണ്ടായി. കെ സക്കരിയ സ്വലായി ആയിരുന്നു ആ രംഗത്ത് ധീരമായ കാൽവെപ്പുകൾ നടത്തിയത്. വിശുദ്ധ ഖുർആനും പണ്ഡിതന്മാരുടെ ഇബാറത്തുകളും വെച്ചുകൊണ്ടും തന്റെ ശൈലിയിൽ ആ കാര്യങ്ങൾ പൊതുജനങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചു. അന്ന് സലാം സുല്ലമി നമ്മെ പറ്റി ആരോപിച്ചത് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ നമ്മൾ പിശാചിനെ ഭയപ്പെടുന്നു എന്നതായി. അതേ വാചകം മറ്റൊരു രൂപത്തിൽ ജാമിയ നദിവിയയിലെ കൗൺസിൽ സിഡിയിലൂടെ TP പറയുന്നതായി കേൾക്കേണ്ടി വന്നപ്പോൾ മുജാഹിദുകളുടെ നെഞ്ചാണ് പൊട്ടിപ്പോയത്. സലാം സുല്ലമിയുടെ അതേ വഴി തെരഞ്ഞെടുത്ത കേരള നദുവത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റിന്റെ വാചകങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിനെ അടക്കം എന്തെല്ലാമോ ആയി ചിത്രീകരിക്കുകയും അള്ളാഹ്ക്കുള്ള കഴിവ് പോലെ തന്നെ ശൈത്താനും കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുകയും ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാതെ വളർത്തിയെടുത്ത ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഇവരാണ് ഖൈർ ഉമ്മത്ത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ ഇതിലേക്ക് ഒന്നും കടക്കുന്നില്ല, വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഇങ്ങനെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ കേൾക്കുന്നു, നാം തിരിച്ചുപോക്ക് ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനുള്ള എല്ലാ കഴിവുകളും പിശാചിന് വകവെച്ചു കൊടുക്കുന്നിടത്തേക്ക് മുജാഹിദുകളിൽ ഒരു വിഭാഗം മാറിപ്പോയി എന്നതാണ്. സമസ്തക്കാരും മടവൂരികളും ഈ ക്ലിപ്പിംഗ് തെരുവുകളിലിട്ട് ആഘോഷിച്ചു. കേരള നദുവത്തുൽ മുജാഹിദിന്റെ അനിഷേധനായ പ്രസിഡന്റാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രബോധകരെ അവർ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി, അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു. സലാം സുല്ലമി പോയ അതേ വഴിയിൽ ഇവരെല്ലാം നടന്നു നീങ്ങുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എത്രമാത്രം വേദനയുണ്ടാകണം. സലാം സുല്ലമി എന്ന് പറഞ്ഞ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ പിശാചിനെ ഭയപ്പെടുന്ന അവസ്ഥ കേരള നദുവത്തുൽ മുജാഹിദിന് ഉണ്ടായി. അത് പ്രബോധകരായ ഒരു വിഭാഗത്തിന്റെ പ്രബോധനം കൊണ്ടുണ്ടായതാണ് എന്ന ആരോപണമായിരുന്നു അന്ന് സുല്ലമി നിർവഹിച്ചത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അതേ ആരോപണം ഇവിടെ TP ഉന്നയിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഓർക്കുന്നില്ല എന്ന് കേൾക്കണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ചർച്ചകൾ രൂക്ഷമായപ്പോൾ എന്നെയും സക്കരിയ സ്വലായിയും പുറത്താക്കിയതിനു ശേഷം ഞാൻ TPയെ ചെന്ന് കാണുകയുണ്ടായി. CD ടവറിലെ അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ കേബിനിൽ കയറി ഞാൻ ഈ കാര്യം അദ്ദേഹത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തി.
നിങ്ങൾ അത് പിൻവലിക്കണം. ആരാണ്? അള്ളാഹുവിനുള്ള എല്ലാ കഴിവുകളും പിശാചിന് വകവെച്ചു കൊടുത്തവരാരാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം അനുയായികളെ കുറിച്ച് ഇതൊരു വലിയ ആരോപണമല്ലേ? സ്വന്തം നേതാവ് സ്വന്തം അനുയായികളെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അവരിൽ ഒരാൾ പോലും അള്ളാഹുവിനുള്ള എല്ലാ കഴിവുകളും പിശാചിനുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരാൾ പോലും കേരളക്കരയിലുണ്ടോ? ഈ ആരോപണങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തിയാണ് നമ്മുടെ നേതാവ് ചെയ്യുന്നത് എന്ന് തുറന്നു പറഞ്ഞാൽ അത് നേതൃത്വത്തിനെതിരാകുമോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തിൽ ലംഘിച്ചുകൊണ്ട് സ്വന്തം അനുയായികൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് ശത്രുക്കൾക്ക് പരിഹസിക്കാൻ കഥാപാത്രങ്ങളാക്കി മാറ്റിയ ഇദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മെ നയിക്കാൻ യോഗ്യനായ നേതാവാണോ? നാം ആലോചിക്കേണ്ടതാണ്. കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹത്തിന്റെ വാചകങ്ങളാണല്ലോ ഇത് എന്ന് നിങ്ങൾ ഓർക്കണം. മാത്രവുമല്ല, ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ CD ടവറിൽ വെച്ച് നടന്ന വിശദീകരണ യോഗത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അതിലൊരു തകരാറുമില്ലെന്ന് പറയുന്നവരും മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട് എന്നവരെ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. നമുക്കിടയിൽ രണ്ട് തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായി എന്നും അത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന വാദമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അരിയത്രേ പയറഞ്ഞായി എന്ന് പറയുന്നത് പോലെ, അഞ്ഞനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്ന് പറയുന്നത് പോലെ എന്താണ് നമുക്കിടയിലുള്ള വാദം? അത് പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. ആരോ ഓതിക്കൊടുത്ത പല്ലവി കേട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരെ, ജീവിതം മുഴുവനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവേദിയിൽ ഒഴിഞ്ഞു വെച്ച പണ്ഡിതന്മാരെ താറടിക്കാനും അവരെ കൊച്ചാക്കാനും അവർ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് പറയാനുമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. ആ ഭാഗം നിങ്ങൾ വീണ്ടും വീണ്ടും ക്ലിയർ ആയി കേൾക്കുക. അള്ളാഹു ഇവർക്കെല്ലാം സൽബുദ്ധി പ്രദാനം ചെയ്യുകയും നമ്മെ നല്ല നിലയിൽ നയിക്കാൻ അള്ളാഹു അവർക്ക് കഴിവ് നൽകുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പടച്ച തമ്പുരാൻ അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ ശൈത്താനെ പേടിക്കുന്നതിനെ കുറിച്ച് വേറൊരു തട്ടിപ്പ് നടത്തണം. പടച്ചോനെ പേടിക്കുന്നത് പോലെ ശൈത്താനെ പേടിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് വരുത്തി തീർക്കാം. നമുക്ക് തൗഹീദിൽ പേച്ചു എന്ന് വരുത്തണല്ലോ, അതിനുവേണ്ടി ഇയാൾ കളിക്കുന്ന കളിയാണ്. ഒന്നാമത്തത് ഖുർആൻ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, മറഞ്ഞ നിലക്ക് അള്ളാനെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുവഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകനെ മാത്രമേ മറഞ്ഞ നിലക്ക് ഭയപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. സൂറത്ത് മാഇദയിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ ചില അവസരങ്ങൾ ഉണ്ടാക്കും. ആരാണ് മറഞ്ഞ നിലക്ക് പടച്ചോനെ പേടിക്കുക? അപ്പൊ തൗഹീദിന്റെ ഏറ്റവും മർമ്മമാണ് അഭൗതികമായ നിലക്ക് മറഞ്ഞ നിലക്ക് അള്ളാഹിനെ പേടിച്ചാൻ പാടുള്ളൂ. വലിയ വിവരം വിളമ്പി എന്നുള്ള നാട്യം, ഒരു ഇളിയും അല്ലേ? എന്ത് പൊട്ട പോയത്താണ് അയാൾ പറഞ്ഞത്. ഇവിടെ ആരാ പറഞ്ഞത് പടച്ചോനെ പേടിക്കുമ്പോൾ ശൈത്താനെ പേടിക്കണം? അള്ളാഹ്ക്കുള്ള കഴിവ് പോലെ തന്നെ ശൈത്താനും കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുകയും ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാതെ വളർത്തിയെടുത്ത ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഇവരാണ് ഖൈർ ഉമ്മത്ത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ ഇതിലേക്ക് ഒന്നും കടക്കുന്നില്ല, വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഇങ്ങനെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ കേൾക്കുന്നു, നാം തിരിച്ചു പോക്ക് ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ ആരാ പറഞ്ഞത് പടച്ചോനെ പേടിക്കുമ്പോൾ ശൈത്താനെ പേടിക്കണം? അഭൗതികമായ നിലക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ണ് കാണാത്ത നിലക്ക് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നമ്മളെ ഉപദ്രവിക്കാൻ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. ഈ ലോകത്ത് എന്തൊരു സംഗതി നടന്നാലും അതിന്റെ പിന്നിലൊരു ഭൗതിക കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഒരു കാരണവും കാണാത്ത നിലക്കുള്ള ഉപദ്രവമോ സഹായമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നാണ്. അമ്പലക്കട വയസ്സ് പുതുതായി സമർത്ഥിക്കുന്നത് കണ്ടു. ഇത്രയും കാലം മുജാഹിദികൾ പറഞ്ഞത് മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ അള്ളാഹിനെ കഴിയുള്ളൂ, എന്നാൽ ഇപ്പോൾ ജിന്നുകൾ ഉപദ്രവിക്കുന്നു എന്നവർ പറയുന്നു, ജിന്നുകൾ പലരെയും സഹായിക്കുന്നു എന്നവർ പറയുന്നു. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾ സഹായിക്കുന്നില്ലേ? കാരണം ജിന്നിന്റെ സഹായം മറഞ്ഞ വഴിക്കല്ലേ? ജിന്നിന്റെ സഹായം മറഞ്ഞ വഴിക്കാണോ? അല്ല. മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? മറഞ്ഞ വഴി അദൃശ്യമായത്, അഭൗതികമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്നതുകൊണ്ട് മുജാഹിദുകൾ ഉദ്ദേശിച്ചത് പരിപൂർണമായും അള്ളാഹുവിന് മാത്രമുള്ളത് എന്ന അർത്ഥത്തിൽ. അതിനുള്ള തെളിവുകളാണ് ഞാൻ ഉദ്ധരിച്ചത്. മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്ന അർത്ഥത്തിൽ.
ആ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത്, അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്, മറഞ്ഞ വഴിക്ക്, ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാ. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. എന്നാൽ ജിന്നും മലക്കും എന്തല്ല, കാണുന്നില്ല എന്നുള്ളത് കൊണ്ട്, അള്ളാന്റെ സൃഷ്ടിയാണ് എന്നതുകൊണ്ട് അവ ഭൗതിക വസ്തുക്കളല്ല. അവ ഗൈബിൽപ്പെട്ടതാണ്, പൂർണ്ണമായും അദൃശ്യമായ അഭൗതികമായ വസ്തുക്കളിൽപ്പെട്ടതാണ് എന്നാണ് ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ആ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത്, അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്, മറഞ്ഞ വഴിക്ക്, ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാ. അവസാനത്തെ ചോദ്യമാണ്, ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, ഈ തേടിയിട്ടില്ല, എന്നാൽ ഇത് ശിർക്കാണോ? അല്ലേ? ശിർക്കാണെങ്കിൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹിർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ, ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ആരെ പറഞ്ഞു കൊടുത്ത കഴിവുണ്ട്? ഏത് ജിന്നിന് ഏത് കഴിവാ കൊടുത്തത്? അത് എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ കഴിയാ? വല്ല തെളിവുണ്ട് നമുക്ക്? ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ, ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ആരെ പറഞ്ഞു കൊടുത്ത കഴിവുണ്ട്? ഏത് ജിന്നിന് ഏത് കഴിവാ കൊടുത്തത്? അത് എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ കഴിയാ? വല്ല തെളിവുണ്ട് നമുക്ക്? ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ, ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. അവസാനത്തെ ചോദ്യമാണ്, ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, ഈ തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ? അല്ലേ? അത് ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. അഭൗതികമായി ഗൈബിയായ നിലക്ക് സഹായിക്കും, അത് ശിർക്കാണ്.
ഗൈബിയായ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല, അത് ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. അഭൗതികമായി ഗൈബിയായ നിലക്ക് സഹായിക്കും, അത് ശിർക്കാണ്. ഗൈബിയായ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയും എന്ന് വിശ്വസിച്ചത് അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് മറഞ്ഞ വഴിക്ക്, ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ അള്ളാഹുവിനെ കഴിയൂ. ലോകത്തുള്ള എന്തായിരുന്നാലും ലികുല്ലി ശൈഇൻ സബബാ. ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. കാര്യകാരണബന്ധിതമായിട്ടാണ് ഈ ലോകത്ത് ഓരോന്നും പ്രവർത്തിക്കുന്നത്. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അള്ളാഹുവിനെ കഴിയൂ എന്ന് മുജാഹിദിൽ പറഞ്ഞു. ഗൈബിയായ നിലക്ക് ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന് മുജാഹിദിൽ പറഞ്ഞു. ആ സമയത്ത് ഇവര് പറഞ്ഞു, ആര്? സമസ്തക്കാര് പറഞ്ഞു, ഔലിയാക്കൾക്ക്, അമ്പിയാക്കന്മാർക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും, ഗൈബിയായ നിലക്ക് സഹായിക്കാൻ കഴിയും, അഭൗതികമായ നിലക്ക് സഹായിക്കാൻ കഴിയും. ആ അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾ എന്ന് ഔലിയാക്കളെ കുറിച്ചും ഇതര വസ്തുക്കളെ കുറിച്ചും അവർ ഉദ്ദേശിച്ച ആ കാര്യത്തെയാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് മുജാഹിദ് ഉദ്ദേശിച്ചത്. അത് അമ്പലക്കട വൈസ് തന്നെ പറയട്ടെ, അദ്ദേഹം തന്നെ വ്യക്തമാക്കും, നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. കണ്ടോ, അവരുടെ വിശ്വാസമാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് സഹായം കിട്ടും. അപ്പൊ മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല. ഗൈബിയായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, അല്ലാതെ കാണാത്ത വഴി എന്നല്ല. കാണാത്തത് പലതുണ്ടല്ലോ. ഒരു റൂമിലിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ആളെ കാണാൻ പറ്റൂല, അയക്ക് നമ്മളെ സഹായിക്കാൻ കഴിയൂലേ? ബാക്ടീരിയ കാണുന്നില്ല, വൈറസ് കാണുന്നില്ല, ഉപദ്രവിക്കാൻ കഴിയൂലേ? അപ്പോൾ മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഗൈബിയായത്, അദൃശ്യമായത്, അഭൗതികമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്. എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാരുടെ വിശ്വാസമായി പറഞ്ഞത് മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും. അത് ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. അഭൗതികമായി ഗൈബിയായ നിലക്ക് സഹായിക്കും, അത് ശിർക്കാണ്. ഗൈബിയായ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. എന്നാൽ ജിന്നും മലക്കും എന്തല്ല, കാണുന്നില്ല എന്നുള്ളത് കൊണ്ട്, അള്ളാന്റെ സൃഷ്ടിയാണ് എന്നതുകൊണ്ട് അവ ഭൗതിക വസ്തുക്കളല്ല. അവ ഗൈബിൽപ്പെട്ടതാണ്, പൂർണ്ണമായും അദൃശ്യമായ അഭൗതികമായ വസ്തുക്കളിൽപ്പെട്ടതാണ് എന്നാണ് ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. അവ ഗൈബിൽപ്പെട്ടതാണ്, പൂർണ്ണമായും അദൃശ്യമായ അഭൗതികമായ വസ്തുക്കളിൽപ്പെട്ടതാണ് എന്നാണ് ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട്. ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട്. അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ
മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബേ, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ അള്ളാഹുവിനെ കഴിയൂ. ലോകത്തുള്ള എന്തായിരുന്നാലും ലികുല്ലി ശൈഇൻ സബബാ, ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. കാര്യകാരണബന്ധിതമായിട്ടാണ് ഈ ലോകത്ത് ഓരോന്നും പ്രവർത്തിക്കുന്നത്. എന്നാൽ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അള്ളാഹുവിനെ കഴിയൂ എന്ന് മുജാഹിദിൽ പറഞ്ഞു. അതാണ് അഭൗതിക നിർണാർത്ഥം. സബബ് മുസബബാത്തിന് അപ്പുറത്തുള്ളത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത്. ആ നിലക്ക് ആരും ഇവിടെ പിശാചിനെ പേടിക്കുന്നില്ല. പൊട്ട പോയത്തം പറയാ, അത് മിണിങ്ങി നടക്കാൻ കുറച്ച് വിവരം കെട്ട മനുഷ്യന്മാരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ശൈത്താനെ പേടിക്കുന്നത് അള്ളാനെ പേടിക്കുന്നത് പോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നമ്മളെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ ശൈത്താന് സാധിക്കുമെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? ശൈത്താനെ നമ്മൾ കണ്ണ് കാണുന്നില്ല എന്നുള്ളത് ശരിയാ. അദൃശ്യം എന്ന വാക്ക്, മറഞ്ഞ മാർഗം എന്ന വാക്ക് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അതാ പോടത്തെ പ്രശ്നം. വേറൊരു പ്രശ്നവും ഇവിടെ ഇല്ല. അഭൗതികം, അദൃശ്യമാർഗം, മറഞ്ഞ മാർഗം എന്നൊക്കെ പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള മാർഗം എന്നാണ്. ആ നിലയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ജിന്നിനും സാധിക്കൂല, മലക്കിനും സാധിക്കൂല, മഹാത്മാക്കൾക്കും സാധിക്കൂല, അർവാഹികൾക്കും സാധിക്കൂല, ഒരു സൃഷ്ടിക്കും സാധിക്കൂല. ഇതാണ് അഭൗതികമായ നിലക്ക് പേടിക്കുക, അഭൗതികമായ നിലക്ക് പ്രതീക്ഷ അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച കാര്യകാരണങ്ങളുടെ പരിധിയിൽപ്പെട്ട ഉപദ്രവം തന്നെയാണ് ശൈത്താന്റെ ഉപദ്രവം. ശൈത്താൻ നമ്മളെ ഉപദ്രവിക്കുന്നത് അള്ളാഹു അവനെ ഉപദ്രവ കാരണമായി നിശ്ചയിച്ചത് കൊണ്ടാണ്. മലക്കുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചതാണ്. മനസ്സിലായില്ലേ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല. ഗൈബിയായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. ആ പിശാച് മുഖാന്തരം എന്തുപദ്രം ഉണ്ടായാലും, പിശാച് ഏതെല്ലാം നിലക്ക് ആരെയൊക്കെ സഹായിച്ചാലും അത് ഒരിക്കലും അഭൗതികമോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമോ അല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല. ഗൈബിയായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. ആ പിശാച് മുഖാന്തരം എന്തുപദ്രം ഉണ്ടായാലും, പിശാച് ഏതെല്ലാം നിലക്ക് ആരെയൊക്കെ സഹായിച്ചാൽ അത് ഒരിക്കലും അഭൗതികമോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമോ അല്ല. ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുക, അല്ലാതെ കാണാത്ത വഴി എന്നല്ല. കാണാത്തത് പലതുണ്ടല്ലോ. ഒരു റൂമിലിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ആളെ കാണാൻ പറ്റൂല, അയക്ക് നമ്മളെ സഹായിക്കാൻ കഴിയൂലേ? ബാക്ടീരിയ കാണുന്നില്ല, വൈറസ് കാണുന്നില്ല, ഉപദ്രവിക്കാൻ കഴിയൂലേ? അപ്പോ മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഗൈബിയായത്, അദൃശ്യമായത്, അഭൗതികമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്. എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാർ വിശ്വാസമായി പറഞ്ഞത് മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും. അത് ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. അഭൗതികമായി ഗൈബിയായ നിലക്ക് സഹായിക്കും, അത് ശിർക്കാണ്. ഗൈബിയായ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബേ, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ച് പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടിടക്കണ കണ്ടപ്പോ കൊള്ളാലോ അത്, നമുക്കും പറ്റുമല്ലോ, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ല കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ തന്നെ പറയുന്നുണ്ട് പെട്ടത്. ഇസ്ലാഹി പ്രബോധകരെയും പ്രവർത്തകരെയും ഏറെ വേദനിപ്പിച്ചത് അനസ് മുസ്ലിയാരുടെ അടവ് നയമായിരുന്നു. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ യഥാർത്ഥ സലഫി പാതയിൽ നിന്നുകൊണ്ട് ആയത്തുകളെയും ഹദീസുകളെയും വ്യാഖ്യാനിച്ചു. തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റെല്ലാവരെക്കാളും മടപൂരികളെയും സമസ്തക്കാരെയും അദ്ദേഹം നേരിടുകയുണ്ടായി. തന്റെ തനത് ശൈലിയിൽ ക്ലിപ്പിങ്ങുകളിട്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങളെ ജനങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. ഒരു കാര്യം എപ്പോഴാണ് ശിർക്കാകുക എന്ന് അദ്ദേഹം ജനങ്ങളെ കൃത്യമായ മൻഹജു സലഫ് അനുസരിച്ച് പഠിപ്പിച്ചു. എന്താണ് അദൃശ്യമെന്നും എന്താണ് അഭൗതികമെന്നും എന്താണ് മറഞ്ഞ വഴിയെന്നും സമസ്തക്കാരെ അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. സമസ്തയിലെ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ഈ വിഷയത്തിൽ മുജാഹിദുകളെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്, കാര്യകാരണ ബന്ധത്തിനതീതമായി ഔലിയാക്കളും അമ്പിയാക്കളും സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസമെന്നാണ്
അമ്പലക്കടവ് പ്രചരിപ്പിച്ചു. അതാണ് ശിർക്ക്. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി സഹായിക്കാൻ, രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമാകുന്നു എന്നതാണ് അമ്പിയാക്കളുടെ പ്രബോധനത്തിന്റെ കാതലായ വശം. അഭൗതികമായ എല്ലാ കഴിവും അറിവും അള്ളാഹുവിന് മാത്രമാണുള്ളത്. അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള കാര്യം. ലോകത്ത് അള്ളാഹു ഒഴികെ എല്ലാ സൃഷ്ടിജാലങ്ങളും കാര്യകാരണ ബന്ധത്തിന്റെ ഇപ്പുറത്തുള്ള സഹായം മാത്രമേ ചെയ്യുന്നുള്ളൂ. മലക്കുകൾ നമ്മളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തല്ല. കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്ത് മലക്കിനെ സഹായിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് മലക്കിനോടുള്ള ആരാധനയാണ്. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. നാളിതുവരെ നമ്മുടെ വിശ്വാസം അതായിരുന്നു. നിങ്ങൾക്ക് KP മുഹമ്മദ് മൗലവിയെ ഓർമ്മയുണ്ടാകും. അള്ളാഹു അദ്ദേഹത്തിന് മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. KP മുഹമ്മദ് മൗലവി കേരള നദുബത്തുൽ മുജാഹിദിന്റെ അനിഷേധ്യനായ അമരക്കാരനായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1980കളിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഇസ്തിഗാസയും തവസ്സുലും അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭന്മാരായ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുകയാണ്. കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായ മാർഗത്തിൽ രക്ഷയും ശിക്ഷയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തേട്ടമാണ് പ്രാർത്ഥന. അപ്പോഴേ ഒരു കാര്യം ഇബാദത്താവുകയുള്ളൂ. അങ്ങനെ കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സഹായിക്കാൻ കഴിയുമെന്ന സമസ്തക്കാരുടെ വിശ്വാസമാണ് ശിർക്ക് എന്ന് നാം വിശ്വസിച്ചു പോന്നു. മറഞ്ഞ വഴി എന്നതുകൊണ്ട് നാം ഉദ്ദേശിച്ചത് ഇതാണ്: കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ജിന്ന് ഏത് വിധത്തിൽ നമ്മളെ സഹായിച്ചാലും അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലേ ആകൂ എന്നതാണ് അനസ് മൗലവി വിശദീകരിച്ചു പോകുന്നത്. 2012 പുതിയ തൗഹീദ്, ഈ ത്രിമൂർത്തികളുടെ തൗഹീദ് വന്നപ്പോൾ അദ്ദേഹം അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി അന്ന് അവതരിപ്പിക്കുകയും അതിനെ ശക്തമായി അനസ് മൗലവി എതിർത്തു. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ദേവത്ത് വിജയിക്കുകയും അതിലേക്ക് ഒരു മെമ്പറായി അനസ് മുസ്ലിയാരെ തിരിച്ചു കിട്ടുകയുമാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിക്കുണ്ടായ നേട്ടം. ഇത് തന്നെയാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകം പ്രസിദ്ധമാണല്ലോ. അദ്ദേഹത്തിന്റെ മുഖാമുഖം ഇത് നിങ്ങൾ ഓർക്കണം, 2001 പുളിക്കൽ നടന്നിട്ടുള്ള ഒരു മുഖാമുഖത്തിലാണ് ഇക്കാര്യം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറയുന്നത്. അള്ളാഹുവിന് പുറമെ നിങ്ങളെ മലക്കുകളും സഹായിക്കുമെന്ന് പറഞ്ഞാൽ അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്താണ്. അപ്പൊ കാര്യകാരണ ബന്ധത്തിന്റെ പുറത്ത് മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ വാദപ്രകാരം അത് ശിർക്കായില്ലേ? അതുവഴി നിങ്ങൾ മുശ്രിക്കായില്ലേ എന്നാണ് യഥാർത്ഥത്തിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ചോദിക്കുന്നത്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ മൂവർ സംഘം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ വിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം നൂറ്റാണ്ടുകളോളം സഹസ്രാബ്ദങ്ങളോളം കാത്തു സൂക്ഷിച്ച തൗഹീദിനെ അടിമുതൽ മുടി വരെ പൊളിച്ചു മാറ്റി സമസ്തക്കാരുടെ കൂടാരത്തിൽ കെട്ടിക്കൊടുത്തവർ ഇതിന്റെ ശത്രുക്കളാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. മടപൂരികൾ നമ്മളിൽ നിന്ന് പിഴച്ചു പോവുകയും നമ്മൾ അവരുമായി വാദപ്രതിവാദം നടത്തുകയും അവർ ആദർശത്തിൽ വിട്ടുപോവുകയും ചെയ്തിട്ട് അവരുടെ വാദമുഖങ്ങളാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നത് എന്തുമാത്രം ഖേദകരമാണ്. ഇതിൽ നാം ബോധവാന്മാരാകണം. അള്ളാഹു നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉണരുക മുജാഹിദുകളെ, ഒരു പുതിയ കേരളത്തിന് വേണ്ടി ഉണരുക. ഈ ത്രിമൂർത്തികളിൽ നിന്ന് സലഫി പ്രസ്ഥാനത്തെയും കേരള നദുവത്തുൽ മുജാഹിദിന്റെ നേതാക്കന്മാരെയും KJUവിനെയും മോചിപ്പിക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങളും അണിചേരണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അമാന മൗലവിയുടെ പരിഭാഷ 1-ാം വഴി നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് അമാന മൗലവി രചിച്ചിട്ടുള്ള ഖുർആൻ പരിഭാഷയുടെ 1-ാം വഴി 2-ാം അധ്യായത്തിന്റെ 3-ാം വചനത്തെ അമാന മൗലവി വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ് ഭൗതികത? അദൃശ്യം എന്ന് പറഞ്ഞാൽ, ഗൈബ് എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ ഗൈബുമുണ്ട്, സാക്ഷാൽ ഗൈബുമുണ്ട്. അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമുള്ള കാര്യങ്ങൾ, അതാണ് സാക്ഷാൽ ഗൈബ്. അത് ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്ന പടച്ച തമ്പുരാൻ. അതിൽ എനിക്ക് ദൃശ്യമല്ലാത്തത് മറ്റു ചിലർക്ക് ദൃശ്യമാകും. അണുവിനെ ഞാൻ കാണുന്നില്ല,
ശാസ്ത്രകാരന്മാർ ആധുനിക ഉപകരണങ്ങൾ വെച്ച് അണുക്കളെ കാണുന്നുണ്ട്. വൈറസിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, എങ്കിലും അത് അഭൗതിക ജീവിയല്ല. മലക്കുകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അത് അഭൗതിക ജീവിയല്ല. അഭൗതികമായ മാർഗത്തിൽ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നതാണ് നമ്മുടെ തൗഹീദ്. ഒരിക്കലും സമസ്തക്കാർക്ക് തകർക്കാനാകാത്ത, മുമ്പ് നാം കാത്തു സൂക്ഷിച്ച നമ്മുടെ തൗഹീദ് മണ്ണാർക്കാട് വാദപ്രതിവാദത്തിൽ സുലൈമാൻ സഖാഫിയും അലവി സഖാഫിയും പരാജയപ്പെട്ട് എഴുന്നേറ്റ് പോയത് നാം കണ്ടതാണ്. അള്ളാഹു നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉണരുക മുജാഹിദുകളെ, ഒരു പുതിയ കേരളത്തിന് വേണ്ടി ഉണരുക. ഈ ത്രിമൂർത്തികളിൽ നിന്ന് സലഫി പ്രസ്ഥാനത്തെയും കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ നേതാക്കന്മാരെയും KJUവിനെയും മോചിപ്പിക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങളും അണിചേരണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മെ ഉൾക്കാഴ്ചയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചെറിയും പ്രമാണമായി സ്വീകരിക്കുകയും അതിലെന്താണോ ഉള്ളത് അത് സ്വീകരിക്കണമെന്നാണ് ലോകത്തോട് നാം ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അനുസരണത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ നേതൃത്വത്തെയും അഥവാ ഭരണാധികാരികളെയും അനുസരിക്കണം എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഇതേ ഖുർആനിക വചനത്തിൽ മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഖുർആനും സുന്നത്തും അനുസരിച്ച്, സലഫി മനേജ് അനുസരിച്ച് അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ അത് നിങ്ങൾക്ക് അനുസരിക്കാമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി. എന്നാൽ ദുർവ്യാഖ്യാനം പോയി എത്രത്തോളം എത്തി എന്ന് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനിന്റെ ദുർവ്യാഖ്യാനിച്ച ആ മഹാപണ്ഡിതന്റെ ഇഷ്ടത്തോയനും അദ്ദേഹത്തിന്റെ ശിഷ്യസ്ഥാനം വഹിക്കുന്നവനുമായ അബ്ദുൾ റസാഖ് സ്വലാഹി റിയാദ്, അവിടുത്തെ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലെ പണ്ഡിതനാണ് അദ്ദേഹം വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുന്നു. നാം പ്രതിനിധീകരിക്കുന്ന, നാം ലക്ഷ്യം വെക്കുന്ന നമുക്കൊരു ലക്ഷ്യമുണ്ട്, കൃത്യമായ ഒരു ലക്ഷ്യം. അള്ളാഹുവിന്റെ ലിഖാ, പടച്ചതമ്പുരാന്റെ അടുക്കലുള്ള ആ സ്വർഗം, അത് നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ രംഗങ്ങളിൽ ആ റൂട്ടിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതൊരിക്കലും തന്നെ ആ റൂട്ട് തെറ്റിക്കുന്നിടത്തേക്കോ ആ ലക്ഷ്യത്തെ മറക്കുന്നിടത്തേക്കോ അതൊന്നും തന്നെ ആകാൻ പാടില്ല. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഇത് ഇന്നുള്ളതല്ല, കാലാകാലങ്ങളിൽ ഏകദേശം 10-60 വർഷങ്ങളോളമായി നമ്മുടെ സംഘടന നിലവിൽ വന്നിട്ട് അന്ന് മുതൽ ഈ രീതിയാണ് നമ്മുടെ സംഘടന സ്വീകരിച്ചിരിക്കുന്നത്. റിയാദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി, നമുക്ക് നിർവഹിക്കുവാനുള്ള മസ്ഊലിയത്ത് അത് തന്നെയാണ്. നമുക്കിടയിൽ പലപ്പോഴും തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നമാണെങ്കിലും ശരി, ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ എന്തേ നമ്മുടെ പണ്ഡിത നേതൃത്വം എന്ത് പറഞ്ഞു എന്ന് അവരിലേക്ക് മർജ് ചെയ്യുക, അവരിലേക്ക് നോക്കുക. ആ പണ്ഡിത നേതൃത്വം ഒന്നും പറയാതെ ഇങ്ങനെ നിഷ്ക്രിയരായിരിക്കുക എന്ന് വിചാരിച്ചോ, അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാവുന്നതാണ്. എന്നാൽ വളരെയധികം നാനാവശങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ ചെറുതും വലുതുമായ നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തി കൃത്യമായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നിങ്ങൾ ഓരോ മെമ്പേഴ്സും എന്ത് നിലപാട് സ്വീകരിക്കണം എന്നും നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സമീപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമ്മൾക്ക് മനഃപ്പാടമാണ്. എന്താ
നിങ്ങൾ വ ഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലുൽ അംരി മിൻകും. ഈ സന്ദേശങ്ങളൊക്കെ വെറുതെ അല്ല. നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് അന്തിമമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിത സംഘടന എന്ത് പറഞ്ഞു, അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ച ആ മഹാപണ്ഡിതന്റെ ഇഷ്ടത്തോയനും അദ്ദേഹത്തിന്റെ ശിഷ്യസ്ഥാനം വഹിക്കുന്നവനുമായ അബ്ദുൾ റസാഖ് സ്വലാഹി റിയാദ്, അവിടുത്തെ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലെ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുന്നു. എന്നെ ജാമിഅ നദവിയയിൽ പഠിപ്പിച്ച അധ്യാപകനും കൂടിയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അദ്ദേഹം എന്തിനാണ് ഈ ഖുർആനിക വചനത്തെ ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചത്? അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമ്മൾക്ക് മനഃപ്പാടമാണ്. എന്താ നിങ്ങൾ വ ഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലുൽ അംരി മിൻകും. ഈ സന്ദേശങ്ങളൊക്കെ വെറുതെ അല്ല. നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് അന്തിമമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിത സംഘടന എന്ത് പറഞ്ഞു, അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുക, അല്ലാഹുവിന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുകയാണെങ്കിൽ നിങ്ങളത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്. അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 59-ാമത്തെ വചനം മുജാഹിദുകൾക്കേറെ സുപരിചിതമാണ്. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹുവിനെ അനുസരിക്കണം, തീർന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, ഉലുൽ അംറിനെയും അനുസരിക്കണം. ഇനി ഈ നിങ്ങൾ അനുസരിക്കുന്ന നേതൃത്വവും നിങ്ങൾക്കിടയിൽ മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാലോ فإن تنازعتم في شيء فردوه إلى الله والرسول وأولي الأمر منكم എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അവിടെ ഖുർആനിലേക്ക് മടക്കുക, സുന്നത്തിലേക്ക് മടക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. അവിടെ ഉലുൽ അംറിനെ കട്ട് ചെയ്യും. സാധാരണഗതിയിൽ സമസ്തക്കാരാണ് ഉലുൽ അംറിനെയും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്. അതുകൊണ്ട് മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്നാണ് സമസ്തക്കാർ ദുർവ്യാഖ്യാനിച്ചത്. അതേ വ്യാഖ്യാനം ജമിയത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനം നാം ചോദ്യം ചെയ്യാതെ പൂർണ്ണമായി അനുസരിക്കണമെന്നാണ് പറയുന്നത്. ജമിയത്തുൽ ഉലമ നമ്മുടെ പണ്ഡിതന്മാർ കാലോചിതമായി എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പറയുകയാണ്, അർത്ഥം പറയുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണവും അർത്ഥവും നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ എന്റെ വകയായി ഒന്നും പറയുന്നില്ല, നിങ്ങൾ ആ ഭാഗം കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമ്മൾക്ക് മനഃപ്പാടമാണ്. എന്താ നിങ്ങൾ വ ഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലുൽ അംരി മിൻകും. ഈ സന്ദേശങ്ങളൊക്കെ വെറുതെ അല്ല.
നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് അന്തിമമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിത സംഘടന എന്ത് പറഞ്ഞു, അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആനിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും മടക്കാനും സച്ചരിതരത്തിനെ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്നും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യിം ജൗസിയും പ്രഗൽഭന്മാരായ അല്ലാമ നാസിറുദ്ദീൻ അൽബാനിയും ശൈഖ് ഇബ്നു ബാസും ലജ്നത്തു ദായിമയും ലോകത്തിനോളമുള്ള സലഫി സംഘടനകളും ലോകത്ത് പഠിപ്പിച്ചു. അതിനെതിരായി നേതാക്കന്മാർക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും അവർ ചെയ്യുന്നത് എന്തും തൊണ്ടതൊടാതെ വിഴുങ്ങാൻ പഠിപ്പിക്കപ്പെടുന്ന ഒരു സംഘടനാ പൂജ ഇവിടെ വർദ്ധിച്ചു വരികയാണ്. ഈ സംഘടനാ പൂജ നമ്മളെ എങ്ങോട്ടെത്തിക്കുന്നു എന്ന കാര്യം വളരെ ഗൗരവമായി വർഷങ്ങൾക്ക് മുമ്പ് മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രഗൽഭനായ പണ്ഡിതനും അക്കാലത്ത് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ആളും ഹജ്ജിന് വരുന്ന ആയിരങ്ങൾക്ക് തൗഹീദിന്റെ ശബ്ദം എത്തിച്ചു കൊടുത്ത അഷ്റഫ് മൗലവി മലൈബാരി ഈ കാര്യം പറയുന്ന രംഗം നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. പലരും പാർട്ടിക്ക് വേണ്ടി ജിഹാദ് ചെയ്യും, സംഘടനാ പൂജയ്ക്ക് വേണ്ടി ജിഹാദ് ചെയ്യും. അഥവാ സംഘടന വേണ്ടാന്നല്ല കേട്ടാ, സംഘടന വേണ്ടാന്നല്ല, പിന്നെയോ അത് പൂജയായി മാറാൻ പാടില്ല. അത് പൂജയായി മാറാൻ പാടില്ല. എപ്പോഴാ പൂജയാണ് ആവാ? അള്ളാഹ് ഒന്ന് പറയുന്നു, റസൂൽ ഒന്ന് പറയുന്നു, സംഘടന മറ്റൊന്ന് പറയുന്നു. അപ്പോൾ സംഘടന പറയുന്നതിന് അംഗീകരിക്കുക, അള്ളാഹ് പറഞ്ഞു റസൂൽ പറഞ്ഞത് തള്ള. അപ്പോൾ സംഘടന പൂജയായി മാറി. അപ്പോൾ എന്തായില്ല? അവന്റെ ജിഹാദ് ഫീ സബീലില്ലായില്ല. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ. അതാണ് ഒരാൾ ഒറിജിനൽ മുജാഹിദ് അഥവാ അള്ളാഹിന്റെ വഴിയിൽ ജിഹാദ് ചെയ്ത ആളായി മാറണമെങ്കിൽ എന്ത് വേണം? അവന്റെ അധ്വാനം, അവന്റെ പ്രവർത്തനം, അവന്റെ ദഅവത്ത്, അവന്റെ യത്നം എല്ലാം അള്ളാഹിന്റെ വഴിയിൽ മാത്രം 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 ആയിരിക്കണം. യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് സലഫികളായ ആളുകൾ നമുക്ക് വിശദീകരിച്ചു തന്നത് അത് സ്വീകരിക്കുക എന്നതല്ലാതെ സംഘടന എന്തു പറയുന്നു, സംഘടനാ നേതാക്കന്മാർ എന്തു പറയുന്നു എന്ന് നോക്കി അത് തൊണ്ടുതൊടാതെ വിഴുങ്ങുന്ന സമസ്തക്കാരുടെ പാരമ്പര്യം നമുക്കില്ല. എന്തു പറ്റി എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും റസാഖ് സ്വലാഹിക്ക് എന്തു സംഭവിച്ചു എനിക്കറിയില്ല. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് സംഘടനാ വിരോധമാണ്, ഇത് ജമിയത്തുൽ ഉലമക്കെതിരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഖുർആനിനും സുന്നത്തിനുമെതിരായി ഈ നേതാക്കന്മാർ വിശദീകരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് അതിന്റെ അപകടം പതിയിരിക്കുന്ന മേഖല നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് അതിൽ നിങ്ങളെ മോചിപ്പിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് നിങ്ങൾ ഓർക്കണം. അഷ്റഫ് മൗലവിയുടെ ക്ലിപ്പിംഗ് നിങ്ങൾ കേട്ടുവല്ലോ. ആ ക്ലിപ്പിംഗിന് ശേഷം കേരളത്തിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഇതര മത സമൂഹങ്ങളിൽ ഉജ്ജ്വലമായി പ്രബോധനം നടത്തിയ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടർ എം അക്ബർ സാഹിബിന്റെ വാചകം കൂടി നിങ്ങൾ ഇത്തരുണത്തിൽ കേൾക്കണം. പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും സലഫു സാലിഹുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്ന മെത്തഡോളജിയാണ് സലഫികളുടെ മെത്തഡോളജി. അത് സ്വീകരിച്ചാൽ മാത്രമേ ഒരാൾ സലഫിയാകൂ. അതല്ലാതെ ഞാൻ സലഫിയാണെന്ന് അവകാശപ്പെട്ടത് കൊണ്ട് സലഫി ആയിക്കൊള്ളണമെന്നില്ല. ആരെയും സലഫികൾ എന്നുള്ളത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആകുന്ന ആളുകൾക്ക് പറയുന്ന പേരല്ല, ഒരു മെത്തഡോളജിയുടെ പേരാണത്. നമ്മൾ മനസ്സിലാക്കണം. ആരെയും സലഫികൾ എന്നുള്ളത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആകുന്ന ആളുകൾക്ക് പറയുന്ന പേരല്ല, ഒരു മെത്തഡോളജിയുടെ പേരാണത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകും. നമ്മുടെ ദൗത്യം എന്താണ് എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ആ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഒന്നുമില്ല. അവിടെ സലഫി അല്ലെങ്കിൽ ജമാഅത്ത് അതല്ലെങ്കിൽ സൂഫി ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങളല്ല പ്രശ്നം. മറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിത വീക്ഷണം എന്താകണം? ഞാനും നിങ്ങളും എങ്ങനെയാകണം? ഞാനും നിങ്ങളും എങ്ങനെ രക്ഷയിലെത്തണം? ഞാനും നിങ്ങളും എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം? ഞാനും നിങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം? നേരത്തെ സുഹൃത്ത് ചോദിച്ച പോലെ ആർ യു എ മുസ്ലിം ഓർ എൻ ഇന്ത്യൻ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം? ആ മറുപടി പറയണമെന്ന് ചോദിക്കുമ്പോൾ ആ സാഹചര്യം, അവസ്ഥ, ഇതൊന്നും ഒരു മുസ്ലിമിനെ നോക്കേണ്ട പ്രശ്നമല്ല. എന്താ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരിക്കണം മുസ്ലിമിന്റെ വ്യക്തിത്വം ഏത് സന്ദർഭത്തിലുമെന്ന്. ഇതേപോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകളാണെങ്കിലും സാമൂഹ്യമായ ഇടപെടലുകളാണെങ്കിലും എല്ലാം നമ്മൾ എങ്ങനെയാകണം? ഖുർആനും സുന്നത്തും സലഫുകളുടെ മാർഗവും പിൻപറ്റുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അതല്ലാതെ നദവത്തുൽ മുജാഹിദീൻ പറയുന്നത് സ്വീകരിക്കുക എന്നോ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് സ്വീകരിക്കാതിരിക്കുക എന്നോ അല്ല. ഖുർആനും സുന്നത്തും സലഫുകളുടെ മാർഗവും പിൻപറ്റുക എന്നാണ് നമ്മൾ പറഞ്ഞത്.
അതല്ലാതെ നദവത്തുൽ മുജാഹിദീൻ പറയുന്നത് സ്വീകരിക്കുക എന്നോ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് സ്വീകരിക്കാതിരിക്കുക എന്നോ അല്ല. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഇത് ഇന്നുള്ളതല്ല, കാലാകാലങ്ങളിൽ ഏകദേശം 10-60 വർഷങ്ങളോളമായി നമ്മുടെ സംഘടന നിലവിൽ വന്നിട്ട് അന്ന് മുതൽ ഈ രീതിയാണ് നമ്മുടെ സംഘടന സ്വീകരിച്ചിരിക്കുന്നത്. ഖുർആനും സുന്നത്തും സലഫുകളുടെ മാർഗവും പിൻപറ്റുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അതല്ലാതെ നദവത്തുൽ മുജാഹിദീൻ പറയുന്നത് സ്വീകരിക്കുക എന്നോ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് സ്വീകരിക്കാതിരിക്കുക എന്നോ അല്ല. നദവത്തുൽ മുജാഹിദീൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എപ്പോഴാണ്? ഖുർആനും സുന്നത്തും അനുസരിച്ചവർ പറയുന്നിടത്തോളം കാലമാണ്. നാളെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളോട് ഖുർആനിനും സുന്നത്തിനും ഒരു കാര്യം പറഞ്ഞാൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് നിങ്ങൾക്ക് പോകാൻ പറയുക, അവരോട് നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുക, ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യുഹവ്വിഫു ഔലിയാഅഹു, ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഫലാ തഖാഫൂഹും വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഇന്നമാ ദാലികുമുശ് ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും. സൂറത്ത് ആലു ഇമ്രാനിലെ 175-ാമത്തെ വചനം. പിശാച് മനുഷ്യനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. പിശാചിന്റെ മിത്രങ്ങൾ എന്ന് എഴുതേണ്ടിടത്ത് പിശാചുക്കൾ എന്ന് എഴുതി പോയിട്ടുണ്ട്. വേണമെങ്കിൽ അതും ന്യായീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ജമിയത്തുൽ ഉലമക്ക് അത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നദവത്തുൽ മുജാഹിദീൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എപ്പോഴാണ്? ഖുർആനും സുന്നത്തും അനുസരിച്ചവർ പറയുന്നിടത്തോളം കാലമാണ്. നാളെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളോട് ഖുർആനിനും സുന്നത്തിനും എതിരെ ഒരു കാര്യം പറഞ്ഞാൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് നിങ്ങൾക്ക് പോകാൻ പറയുക, അവരോട് നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുക, ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വിധേയമായി തമ്മിൽ തർക്കിക്കാനല്ല, മറിച്ചൊരു ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ നയിക്കാനും ആ ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനും പാടും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ആർക്കും പിഴവുകൾ ഉണ്ടായത്. ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമല്ല, ലോകത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബിമാരുടെ കാലം കഴിഞ്ഞ ശേഷം ഒരുപാട് വ്യതിയാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായ വ്യതിയാനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം ഖുർആനിനെയും സുന്നത്തിനെയും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ സന്നദ്ധമായില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റിവെച്ച് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ചരിത്രത്തിൽ അവർക്ക് സംഭവിച്ച അപകടങ്ങൾ അവർ തന്നെ ഇന്ന് തിരിച്ചറിയുന്നു. നാം പറയുന്നത് ആ അപകടങ്ങൾക്ക് കാരണം ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തതാണ് എന്നാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾക്ക് അപകടം പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നാണ് എല്ലാവരോടും നമുക്ക് ഉപദേശിക്കുവാനുള്ളത്. ശിർക്ക് അല്ലെങ്കിൽ ശിർക്ക് അല്ലെങ്കിൽ ശിർക്ക് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പണ്ഡിതന്മാർ നടത്തിയതിൽ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ നേരത്തെ വായിച്ചല്ലോ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ഫത്വ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ജിന്നിനോട് സഹായം തേടുന്നത് ഈ ഗായിബിനോട് തേടലാണ്. അവിടെ അദ്ദേഹം പ്രയോഗിക്കുന്ന പദം റായിഹത്തുൻ മിൻ റവായിഹി ശിർക്ക് എന്നാണ്. എന്താ അർത്ഥം? ശിർക്കിന്റെ ഒരു മണമുണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്ക് അല്ല എന്നാണോ? അല്ല. അതിന് തൊട്ടു മുമ്പ്, ആ പദപ്രയോഗത്തിന് മുമ്പ് അദ്ദേഹം പറയുന്നത് സുആലുൽ അംവാത്താണ്. സുആലുൽ അംവാത്ത്, മരിച്ചവരോട് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഈ ചോദ്യം. അതിനെന്തുണ്ട്? ശിർക്കിന്റെ ഒരു മണമുണ്ട് എന്നാണ് പണ്ഡിതന്മാരവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. മരിച്ചവരോട് ചോദിക്കുന്നത് ശിർക്കിന്റെ മണം മാത്രമല്ലല്ലോ, ശിർക്ക് തന്നെയാണ്. അപ്പം പണ്ഡിതന്മാരുടെ അത്തരം പ്രയോഗങ്ങളിലല്ല നമ്മൾ ഊന്നി നിൽക്കേണ്ടത്. കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച ഒരു കാര്യമാണ് അന്ന ശിർക്കൽ അസ്ഗർ. പണ്ഡിതന്മാർ പറയാൻ അന്ന ശിർ അൽ ഖൗലുൽ മുഫീദ് ശറഹ് കിതാബ് തൗഹീദ് ശൈഖ് ഹുസൈമീന്റെ അൽ ഖൗലു സാനി അന്ന ശിർക്കൽ അസ്ഗർ. ശിർക്കുൽ അസ്ഗർ എന്താണ്? മാ കാന വസീല ലിൽ അക്ബർ. അത് വലിയ ശിർക്കിലേക്കുള്ള വസീലയാണ്.
വലിയ ശിർക്കിലേക്കുള്ള വസീലയാണ്. പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും സലഫു സാലിഹുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്ന മെത്തഡോളജിയാണ് സലഫികളുടെ മെത്തഡോളജി. അത് സ്വീകരിച്ചാൽ മാത്രമേ ഒരാൾ സലഫിയാകൂ. അതല്ലാതെ ഞാൻ സലഫിയാണെന്ന് അവകാശപ്പെട്ടത് കൊണ്ട് സലഫി ആയിക്കൊള്ളണമെന്നില്ല. ആരെയും സലഫികൾ എന്നുള്ളത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആകുന്ന ആളുകൾക്ക് പറയുന്ന പേരല്ല, ഒരു മെത്തഡോളജിയുടെ പേരാണത്. നമ്മൾ മനസ്സിലാക്കണം. ആരെയും സലഫികൾ എന്നുള്ളത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആകുന്ന ആളുകൾക്ക് പറയുന്ന പേരല്ല, ഒരു മെത്തഡോളജിയുടെ പേരാണത്. നമ്മൾ മനസ്സിലാക്കണം. ആരെയും സലഫികൾ എന്നുള്ളത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആകുന്ന ആളുകൾക്ക് പറയുന്ന പേരല്ല, ഒരു മെത്തഡോളജിയുടെ പേരാണത്. നമ്മൾ മനസ്സിലാക്കണം. റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഈ കൗൺസിലർമാരോട് വളരെ വിനയത്തോടു കൂടി ആവശ്യപ്പെടാനുള്ളത് അതാണ്. ഏത് പ്രശ്നമായിക്കോട്ടെ, ആ പ്രശ്നത്തിൽ നാം വിശ്വസിച്ചേൽപ്പിച്ച നമ്മുടെ പണ്ഡിത സംഘടന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സെന്റർ ആ റൂട്ടിൽ മാത്രമേ മുന്നോട്ടുള്ള ഇതിന്റെ യാത്ര തുടരുകയുള്ളൂ എന്ന് അറിയിക്കുക കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വിളിച്ചു ചേർക്കലിന്റെ ലക്ഷ്യം. നേരിട്ട് അഭിസംബോധന ചെയ്ത, അത് അവതരിപ്പിക്കപ്പെട്ട ആദിമ നൂറ്റാണ്ടുകാർ മനസ്സിലാക്കിയതിൽ നിന്ന് ഭിന്നമായി സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക്, സ്വന്തമായ ആവശ്യങ്ങൾക്ക്, സമൂഹത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുവാനും ഉപയോഗിക്കുവാനും വിളക്കുവാനും വളക്കുവാനും ആരംഭിച്ചപ്പോഴാണ് മുസ്ലിം ലോകത്ത് പ്രശ്നങ്ങളും ഭിന്നിപ്പുമെല്ലാം ഉണ്ടായത്. ആ ഭിന്നിപ്പില്ലാത്ത പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മാർഗത്തിലേക്കാണ് നമുക്ക് ജനങ്ങളെ ക്ഷണിക്കാറുള്ളത്. പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും ഭിന്നിപ്പില്ലാത്ത മാർഗം സ്വഹാബിമാരുടെ മാർഗമാണ്. സ്വഹാബിമാർ ജീവിതത്തിൽ സ്വീകരിച്ച ആ മാർഗദർശനം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ശാന്തിയും നീതിയും ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. അത് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അത് വൈയക്തിക തലത്തിലായിരുന്നാലും സാമൂഹിക തലത്തിലായിരുന്നാലും ശാന്തി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോ ഇനി സൂചിപ്പിക്കുവാനുള്ളത്, അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും സലഫ് സാലിഹുകളുടെ വ്യാഖ്യാനത്തിന്റെയും മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ ക്ഷണിക്കുന്ന വിഭാഗത്തെ വേറിട്ട് കാണുകയും അത് ഗ്രൂപ്പായി തീരുകയും ചെയ്യുന്നുവെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രൂപ്പാണ്. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് എന്നുള്ളത് സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിലേക്കുള്ള ക്ഷണത്തിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. അത് ഗ്രൂപ്പായി വേർതിരിയുകയല്ല, മറിച്ച് ഇസ്ലാം എന്താണോ, പരിശുദ്ധ ഖുർആൻ എന്താണോ, തിരുസുന്നത്ത് എന്താണോ പഠിപ്പിക്കുന്നത് അത് അതേപോലെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയെ ഗ്രൂപ്പാക്കി തീർത്തത് സമൂഹമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും വിമോചനത്തിന്, മോക്ഷത്തിന്, അത് ഈ പറയുന്ന ഞാനായിരുന്നാലും കേൾക്കുന്ന നിങ്ങളായിരുന്നാലും ആര് തന്നെയായിരുന്നാലും അവരുടെ വിമോചനത്തിനുള്ള, മോക്ഷത്തിനുള്ള മാർഗം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും പാതയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് കേവലമായ അവകാശവാദമല്ല. വീണ്ടും പറയട്ടെ, മനുഷ്യരെ നന്നാക്കണമെങ്കിൽ, മനുഷ്യരെ ധാർമ്മികരാക്കണമെങ്കിൽ, മനുഷ്യർക്ക് ആത്യന്തികമായ ശാന്തി നൽകണമെങ്കിൽ, എല്ലാറ്റിലും ഉപരിയായി ശാശ്വതമായ സ്വർഗ്ഗലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മാർഗം മാത്രമാണുള്ളത്. ഖുർആൻ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചു എന്നുള്ളത് കേവലമായ അവകാശവാദമല്ല. ആ അവകാശവാദത്തെ പരിശോധിക്കുവാൻ പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകളായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരങ്ങളെ, വളരെ വിലപ്പെട്ട വൈജ്ഞാനികമായ ഒരു ചർച്ചയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ആദർശ പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ പ്രമാണപരമായ വിശദീകരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഒരു കാര്യം നാം ഓർക്കണം, നമ്മളിൽ പ്രബോധന സംരംഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പലരും നമ്മളോട് വിട പറയുകയുണ്ടായി. നാം ഏറെ ഇഷ്ടപ്പെട്ട യുവ പ്രബോധകന്മാർ പോലും ഈയിടെ നമ്മളോട് വിട പറയുകയുണ്ടായി. നാം ഏത് നിമിഷവും മരിച്ചു പിരിച്ചു പോകും എന്ന വസ്തുത ഓർക്കണം. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പറയാനാവില്ല. സംഘടനാ പൂജയും വ്യക്തിപൂജയും ചില വ്യക്തികളോടുള്ള വിരോധവും നമ്മളെ അന്ധമാക്കാൻ പാടില്ല. ഈ MT വിഷന്റെ പ്രൗഢമായ ഈ കേസറ്റ് പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ചിന്തയെ നയിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഒന്നാമതായി, കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയെ ഇവിടെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷേ അതിനെ ഹൈജാക്ക് ചെയ്ത് മടവൂരികളും
സമസ്തക്കാരും പ്രചരിപ്പിക്കുന്ന പ്രചണ്ഡമായ തെറ്റായ വാദങ്ങളാണ് ജമിയത്തുൽ ഉലമയും പ്രചരിപ്പിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. ജമിയത്തുൽ ഉലമയെ ദുരുപയോഗം ചെയ്യുന്ന ഈ വ്യക്തികളോടാണ് ഞങ്ങൾക്ക് വിരോധം. അവരോട് ഞങ്ങൾക്ക് പേഴ്സണലായി യാതൊരു വിരോധവുമില്ല. മറിച്ച് ഒരു ആദർശ പ്രസ്ഥാനത്തെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അവർ നശിപ്പിക്കുന്നു എന്നതാണ് ഞങ്ങൾക്കുള്ള വേദന. എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, നാം ഇന്നോളം സഹിച്ച ത്യാഗങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും നീണ്ട നാളുകളെ കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. ഈ കഴിഞ്ഞ 12 കൊല്ലക്കാലത്ത് നമ്മുടെ പ്രബോധന ദൗത്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തങ്കലിപികളാൽ ലേഖനം ചെയ്യപ്പെട്ട 2 സാൽവേഷനുകളിലേക്ക് 10,000 ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് കടന്നു വരികയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരെ മഹാപണ്ഡിതന്മാർ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞ നമ്മുടെ 2 സാൽവേഷനുകൾ, സംഘപരിവാരങ്ങളുടെ നേതാക്കന്മാർ വരെ മുക്തകണ്ഠം പ്രശംസിച്ച നമ്മുടെ 2 സാൽവേഷനുകൾ, എറണാകുളത്തിന്റെ നെഹ്റു സ്റ്റേഡിയത്തിലും കോഴിക്കോടിന്റെ തലമ്പാട്ടുതായിലെ മഹത്തായ ഗ്രൗണ്ടിലും നടന്ന 2 സാൽവേഷനുകൾ, എറണാകുളം നെഹ്റു സ്റ്റേഡിയത്തിൽ സാക്ഷ്യം വഹിച്ച തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന മഹാസമ്മേളനം, അതിനുശേഷം മാനവ വിമോചനത്തിന് സിട്ടാവിന്റെ സന്ദേശം എന്ന ചങ്ങരംകുളത്ത് പാലാവാരം പോലെ പരന്നു കിടക്കുന്ന മൈതാനത്ത് ആകാശമേലാപ്പിന്റെ ചുവട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ പന്തലിന്റെ ചുവട്ടിൽ അണിനിരുന്ന ലക്ഷങ്ങളെ സാക്ഷി നിർത്തിയ നമ്മുടെ സമ്മേളനങ്ങൾ, കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ നേതൃത്വത്തിൽ നടന്ന നന്മയിലേക്ക് തിന്മക്കെതിരെ എന്ന നമ്മുടെ ക്യാമ്പയിൻ, ISMന്റെ മതം ഗുണകാംക്ഷയാണ് എന്ന നമ്മുടെ ക്യാമ്പയിൻ, MSMന്റെ പ്രോഫ് കോണുകൾ കേരള ജനതയെ ഇളക്കി മറിച്ചു. ദി ലൈറ്റ് എക്സിബിഷൻ ചിന്തയുടെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. ഇതെല്ലാം കണ്ട് അസൂയമുത്ത നമ്മുടെ ശത്രുക്കൾ നമുക്കിടയിൽ കിണഞ്ഞ് പരിശ്രമിക്കുകയും അവരിതാ ഈ മൂവരിലൂടെ നേട്ടം കാണുകയും ചെയ്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ മൂവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പഴയ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് മടങ്ങി വരണം. 2012 തൗഹീദിൽ നിന്നും 2012 ചിന്തകളിൽ നിന്നും നമ്മൾ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ അല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക തിരുമേനി വിട്ടേച്ചു പോയ യഥാർത്ഥ ആശയത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. 6 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു പാകിസ്ഥാനി തായോട്ട് വീണു കാറിന്റെ മേലെ. പക്ഷേ അദ്ദേഹം മരിച്ചില്ല. കണ്ടുനിന്ന ആളുകൾക്ക് പെപ്സി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യവേ ചീറിപ്പാഞ്ഞു വന്ന കാറിടിച്ച് ചിന്ന ഭിന്നമായി പാകിസ്ഥാനി മരിക്കുകയാണ്. 6 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ സമയത്ത് മരിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു മരിക്കാൻ തീരുമാനിച്ച സെക്കൻഡിൽ അയാൾ മരിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ധാരാളം പണ്ഡിതന്മാർ മരിച്ചുപോയി. അവരെല്ലാം നമ്മുടെ മുമ്പിൽ വെട്ടി തുറന്ന വഴിത്താരകളിലാണ് നാം മുന്നോട്ട് പോകേണ്ടത്. തന്നിഷ്ടങ്ങളെ പിൻപറ്റാതെ, സ്വാർത്ഥ താല്പര്യങ്ങളെ പിൻപറ്റാതെ നാം മുന്നോട്ട് പോകണം. വളർന്നു വരുന്ന ജാമിഅ നബവിയിൽ പഠിക്കുന്ന സലാഹിമാരോട് എനിക്ക് പ്രത്യേകമായ ഒരു ഉപദേശമുണ്ട്. നിങ്ങൾ വളർന്നു വരുന്ന സമൂഹമാണ്. ഈ സമൂഹത്തിൽ പ്രബോധനം നടത്തേണ്ടവരാണ്. ആരുടെയെങ്കിലും ചട്ടുകമായി മാറേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളെ പോലെയുള്ള ആളുകളിലാണ് പുതിയ തലമുറയിലെ പ്രതീക്ഷയുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പടച്ച തമ്പുരാൻ ചോദിക്കും. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇന്ന് ജമിയത്തുൽ ഉലമയെ നയിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, നിങ്ങളേറെ പ്രായമായി, നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹമേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന പല ആളുകളും നിങ്ങളെ കൊണ്ട് കളിപ്പിക്കുന്നത് പോലെ കളിപ്പിക്കുകയാണ്. അതേ, നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ജമിയത്തുൽ ഉലമയെയും KNMനെയും മുജാഹിദുകൾക്ക് ആവശ്യമുണ്ട്. നമുക്ക് മടങ്ങിപ്പോകണം. മഹത്തായ നമ്മുടെ സമ്മേളനം ഇതാ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അതിന്റെ പ്രചരണമായിരിക്കണം നമ്മുടെ മുമ്പിലുള്ളത്. മറിച്ച് ഗ്രൂപ്പ് മീറ്റിങ്ങുകളും അതുപോലെ വാദപ്രതിവാദങ്ങളും മുഖാമുഖങ്ങളിലും ശിർക്കാരോപണവുമായി നമ്മൾ കടന്നുപോയാൽ ഒരു കാര്യം നമ്മൾ ഗൗരവമായി ഓർക്കണം. പണ്ഡിതന്മാരെ, നിങ്ങൾ ഈ ശിർക്കാരോപണം നിർത്തിവെക്കണം. അതുപോലെ നേതാക്കന്മാരെ, നിങ്ങൾ ഈ ശിർക്കാരോപണം ഉപേക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ MT വിഷന്റെ സംരംഭത്തിലൂടെ നമുക്ക് പുതിയ വെളിച്ചം നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സിന് അല്ലാഹു വിശാലത നൽകുമാറാകട്ടെ. ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുടെ കരാളാസ്ത്രങ്ങളിൽ നിന്ന് നാം മോചിതരാവുക. അവർ നമ്മെ വഞ്ചിക്കുന്ന മോചിതരാവുക. ഏറ്റവും വലിയ ശത്രുവായ പിശാചിനെ കരുതിയിരിക്കുക. അല്ലാഹു നമുക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കരുത്തും കഴിവും നൽകുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.